സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വികാരി, കൂടി വന്നിരുന്ന ജനങ്ങളെ, പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിയും എന്നീ മിത്രാദികളെ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുമേ, ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ഇവർ ദൈവനാമത്തിൽ സംയോജിപ്പിക്കപ്പെടുകയും ദൈവകരങ്ങളാൽ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്ന ഈ സ്വർഗീയമായ ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ, പ്രത്യേകിച്ച് മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും ദൈവത്തിന്റെ കരുണ സമൃദ്ധിയായി ഇറങ്ങി ആവസിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ഭാര്യ ഭർത്താവിന് എപ്പോഴും തുണയായിരിക്കണം. പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട കർത്താവ് തക്ക തുണയെ കൊടുപ്പാനാണ് സ്ത്രീയെ സൃഷ്ടിച്ചതെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധവും ഇതെല്ലാം എപ്രകാരമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട വർഗീസച്ചൻ നമ്മൾ ഓർപ്പിച്ചെങ്കിലും അപ്പോസ്തലനായ പൗലോസിന്റെ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ദാമ്പത്യധർമ്മം ചെയ്യട്ടെ. ആ ദാമ്പത്യധർമ്മം ചെയ്യാത്തത് കൊണ്ട് അനേക കുടുംബജീവിതങ്ങൾ ശിഥിലമായി പോകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് വീണ്ടും പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തില് 1 ലേഖനം 7:4 നമ്മെ ഓർപ്പിക്കുകയാണ്. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനാണ് അധികാരമുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. അതുപോലെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല അവൾക്കാണ് അധികാരമുള്ളത്. ഇതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മർമ്മമേറിയ കാതൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. വീണ്ടും പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിന് കൊലോസ്യ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനെ എങ്ങനെ അനുസരിക്കണം എന്നാണ് പറഞ്ഞത്. കർത്താവിനെ നിങ്ങൾ അനുസരിക്കുന്ന പോലെ തന്നെ നിന്റെ ഭർത്താവിനെ നീ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. ഭർത്താവിനെ വിളിച്ചു, ഭർത്താവിനോട് കൽപ്പിച്ചു. എന്താണ് ആ വചനം? നിന്റെ ഭാര്യയെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരമുള്ളത്. വന്ധ്യ പിതാവ് നിങ്ങളെ കരം പിടിപ്പിച്ചപ്പോൾ പറഞ്ഞു, പരസ്പരം ഫലമേൽപ്പിക്കുന്നു എന്നാണ്. ഭാര്യയുടെ കാര്യം ഭർത്താവും, ഭർത്താവിന്റെ കാര്യം ഭാര്യയും നോക്കാൻ കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഓടി അകലരുത്. ഒരു ശരീരത്തിന്റെ 2 കൈ പോലെയായിരിക്കണം നിങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു മുട്ടത്തോടിന്റെ ഉള്ളില് ആ മഞ്ഞക്കരുവും വെള്ളക്കരുവും എത്ര സംയോജിച്ച് ഒരുമിച്ചിരുന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. അങ്ങനെയാണ് ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത്. ദാമ്പത്യ ജീവിതത്തിന്റെ മർമ്മം അതാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച്, ആജീവനാന്തമുള്ള ബന്ധമാണ് ഇത്. ഇത് മനുഷ്യനാൽ അഴിക്കപ്പെടരുത് എന്ന് പറയുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ തറച്ചു കൊള്ളേണ്ടതാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയേൽക്കുമ്പോൾ സ്നേഹത്തിന്റെ അതിരറ്റ അനുഭവമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ഒരു ഭർത്താവിന് ഭാര്യ എന്നത് ദൈവം അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഭൂമിയിൽ. ഇതിനേക്കാൾ വലിയ സമ്മാനം ഈ മണവാളന് വേണ്ടി കൊടുക്കുവാൻ ദൈവം മറ്റൊന്ന് കരുതി വെച്ചിട്ടില്ല. ഈ മണവാട്ടിയെ കൊടുത്താണ് ഏറ്റവും വലിയ സമ്മാനമായി നാം കരുതണം. അതുപോലെ മണവാട്ടിക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് തന്റെ ഭർത്താവ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങളായിരിക്കണം. ഇത്രയും നിങ്ങൾ വളർത്തിയെടുത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളോട് കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ മറന്നു പോകരുത്. ബന്ധുമിത്രാദികളുടെ മുമ്പിൽ നിങ്ങൾ മാതൃകാപരമായ കുടുംബജീവിതമായിരിക്കണം. നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. കുടുംബത്തിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു ആത്മീയ മക്കൾ വസിക്കുന്ന ദൈവീക കുടുംബമായി നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർപ്പിച്ച് ഒരു കാര്യം കൂടി ഓർപ്പിച്ചതിന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും മുന്നിൽ ക്ഷമിക്കും സഹനത്തിനുമൊന്നും ഒരു പരിധിയും പരിശുദ്ധ സഭ കൽപ്പിച്ചിട്ടില്ല. പരിധിയില്ലാതെ ക്ഷമിക്കുവാനും അതിർത്തിയില്ലാതെ സ്നേഹിക്കപ്പെടുവാനും നിങ്ങൾ കടപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. കുടുംബജീവിതത്തിന്റെ ഇടയിലും ജോലിക്കിടയിലും എപ്പോഴും എവിടെയും കർത്താവിനെ മുൻനിർത്തി വേണം നിങ്ങൾ ജീവിക്കുവാനായിട്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ലൈഫ് ഈസ് എ സീരീസ് ഓഫ് കോംപ്രമൈസസ്. അതായത് അനുരഞ്ജനത്തിന്റെ ഒരു സീരീസ് ആണ് ഭാര്യ ഭർത്തൃബന്ധം. പിള്ളേര് സൈക്കിൾ പഠിക്കുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? ആദ്യം സൈക്കിളിൽ കയറി കഴിയുമ്പോൾ ഒന്ന് മറിഞ്ഞു വീഴും അല്ലേ? പിന്നെ മുട്ടൊക്കെ പൊട്ടിയെന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ
അവർക്ക് നല്ല ബാലൻസ് ആയിട്ട് അവർ അഭ്യാസം കാണിക്കാൻ തുടങ്ങും. ഈ ആധുനിക കാലത്തെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചേർച്ചക്കുറവ് വളരെയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഇതാണ്, നിങ്ങൾ ആരംഭത്തിലെ ഒന്ന് പൊരുത്തപ്പെടുന്നതുവരെ ഒരു വാഹനം വാങ്ങിച്ചാൽ കുറച്ച് നാളത്തേക്ക് സ്പീഡ് കുറച്ച് ഓടിക്കണം എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആരംഭദശയിൽ ഒന്ന് പൊരുത്തപ്പെടുവാൻ തക്കൊണ്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോട് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് അത് അനുരഞ്ജനത്തിൽ നിങ്ങളായിത്തീരണമെന്ന് ഓർപ്പിച്ചതിന്റെ വാക്കുകൾ സംഭരിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ കൂദാശ അനുഷ്ഠിക്കുവാനായിട്ട് അനുവദിച്ച് അനുഗ്രഹിച്ച വന്ധ്യ വല്യച്ഛനോടും എത്രയും ബഹുമാനപ്പെട്ട വികാരി നമ്മുടെ ജീവനച്ഛനോടും മറ്റ് സഹോദര വൈദ്യങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും ബഹുമാനവും എല്ലാം അറിയിക്കുന്നു. സർവോപരി ദൈവം ഈ വാർദ്ധക്യത്തിൽ ബലം തന്ന് വഴി നടത്തുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. മണവാളനും മണവാട്ടിക്കും എല്ലാവിധമായ ആശ്വാസവും ആനന്ദവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ